Mivi Duopods F40. Mivi എന്ന് പറഞ്ഞ ബ്രാൻഡിൽ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവരിൽ നിന്നും ആദ്യമായിട്ട് കിട്ടുന്ന ഒരു ഹാഫ് ഇൻ ഇയർ TWS ആണ്. 999 രൂപ സ്പെഷ്യൽ ലോഞ്ച് ഓഫറിൽ ജൂൺ 7 ഉച്ചയ്ക്ക് 12 മണിക്ക് ഫ്ലിപ്കാർട്ടിലൂടെ ഫസ്റ്റ് സെയിലിനെത്തുവാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ സവിശേഷതകളെന്നാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ബ്ലാക്ക്, ബ്ലൂ, മിൻ ഗ്രീൻ, സ്പേസ് ഗ്രേ, വൈറ്റ് എന്നിങ്ങനെ 5 കളേഴ്സിലാണ് നമുക്ക് ഈ പ്രോഡക്റ്റ് ലഭ്യമാകാൻ പോകുന്നത്. ഏതിനാണെങ്കിലും 999 രൂപ തന്നെയാണ് വില എന്ന് പറയുന്നത്. ഫിസിക്കലിയൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു കേസാണ്. നമ്മുടെ ഡിസോബഡ്സ് C ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെ പോലത്തേക്ക് ഒരു കേസാണ് നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കുന്നത്. മാറ്റ് ഫിനിഷ്ഡ് ഡിസൈൻ ആണ്, അത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഫ്രണ്ടിൽ മിവിയുടെ ലോഗോ ഉണ്ട്, കൂടാതെ 4 LED ഇൻഡിക്കേറ്റേഴ്സും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കേസിൽ എത്ര ശതമാനം ബാറ്ററി ഉണ്ട് അല്ലെങ്കിൽ എത്ര ശതമാനം ഡ്രെയിൻ ആയി പോയി എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇത് വെറും ഒരു കേസ് അല്ല, ഒരു പവർ ബാങ്ക് കൂടിയിട്ടാണ്. 500 mAh ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഈ ഒരു പവർ ബാങ്കിൽ നിന്ന് നമുക്ക് 50 മണിക്കൂറിന് മുകളിലാണ് ടോട്ടൽ പ്ലേ ടൈം കമ്പനി അവകാശപ്പെടുന്നത്. അത് നമ്മൾ 70% പാട്ട് കേട്ടാൽ പോലും 1 മണിക്കൂറാണ് ചാർജിങ് ടൈം. 5V1 എന്ന് പറഞ്ഞ ആ ഒരു ചാർജിങ് അഡാപ്റ്ററാണ് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത്. കൂടാതെ ടൈപ്പ് സി ചാർജിങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഒരു 10 മിനിറ്റ് ചാർജ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ 5 മിനിറ്റ് ചാർജ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് മണിക്കൂർ എക്സ്ട്രാ കിട്ടുന്നതാണ്. എന്നാൽ അത് ഇവിടെ തന്നെ എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല. ഇനി ഇയർബഡുകളിലേക്ക് വരുവാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഡിസൈൻ, അത് ടിപ്പിക്കൽ നമ്മുടെ ഹാഫ് ഇൻ ഇയർ ഡിസൈൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ഒരു ഗ്ലോസി ഫിനിഷ്ഡ് ആണ് ഇവിടെ, പക്ഷേ മാറ്റ് ഫിനിഷ്ഡ് കണക്കല്ല. ഈ ഒരു ഫോട്ടോ കാണുമ്പോഴത്തേക്ക് ഇനി അറിയത്തില്ല, സാധനം കൈ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ പറ്റുള്ളൂ. 13mm ഇലക്ട്രോ ഡൈനാമിക് ബേസ് ഡ്രൈവേഴ്സ് ആണ് ഈ 2 ഇയർബഡുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൂടാതെ ഒരൊറ്റ സിംഗിൾ ചാർജിൽ 8.5 hours നമുക്ക് ലഭ്യമാകുന്നതാണ്. പിന്നെ ഇതൊക്കെ തന്നെ നമ്മൾ ആ ഒരു 70% കേട്ട് കഴിഞ്ഞാൽ മാത്രമേ അങ്ങനെയൊക്കെ കിട്ടത്തുള്ളൂ. ഡ്യുവൽ മൈക്സും ഉണ്ട്, അതായത് ഓരോ ഇയർബഡുകളിലും നമുക്ക് ഓരോ മൈക്കുകളും കാണാൻ സാധിക്കുന്നതാണ്. ബ്ലൂടൂത്ത് വേർഷൻ എന്ന് പറയുന്നത് 5.1 അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറയുന്നത് 10 മീറ്ററുമാണ്. കൂടാതെ നമുക്ക് പൊതുവെ ഇതിൽ കാണാൻ സാധിക്കുന്ന IPX റേറ്റിംഗ് ഒന്നും തന്നെ ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ അത് ചെറിയൊരു ഡ്രോബാക്ക് ആയിട്ട് തന്നെ നമുക്ക് എടുത്ത് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരു വർഷം നമുക്കിന് വാറണ്ടി ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് ഈ ഒരു Mivi Duopods F40 കുറിച്ച് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. 999 രൂപയ്ക്ക് നമുക്കത് വർത്ത് ബൈങ് ആണോ ഇല്ലയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഹാഫ് ഇൻ ഇയർ നോക്കുന്നതിൽ കുഴപ്പമില്ലെന്നേ പറയാൻ പറ്റുള്ളൂ. പിന്നെ മ്യൂസിക് ക്വാളിറ്റി ആണെങ്കിലും മൈക്ക് ക്വാളിറ്റി ആണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു വീഡിയോ കാണുമ്പോഴുള്ള ലേറ്റൻസി ഒക്കെ നമ്മൾ പ്രോഡക്റ്റ് കൈ കിട്ടിക്കഴിഞ്ഞാലേ പറയാൻ പറ്റത്തുള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ Mivi Duopods F40 കുറിച്ചിട്ടുള്ള ഏകദേശം ധാരണ നിങ്ങൾക്ക് ലഭ്യമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഷെയർ ചെയ്യുക. കൂടുതൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണം. ഇനി സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.